ഹായ് ഓൾ, നമുക്കിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കഥയൊന്ന് കേട്ടാലോ. ഒരിക്കൽ ഭഗവാൻ പരമേശ്വരനും പാർവതീദേവിയും കൂടെ കൈലാസത്തിൽ ആനന്ദതണ്ഡനം ആടുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദേവിയുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് തെറ്റിപ്പോയിട്ട് ദേവി അത് അംഗീകരിക്കാതെ ഭഗവാനെ കളിയാക്കിയത് ഭഗവാന്റെ തൃക്കണ്ണിനെയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കണ്ണിനെയാണ് ദേവി കളിയാക്കിയത്. അപ്പോഴത്തേക്കും ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാൻ ദേവിയെ ശപിക്കും. ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ തൃക്കണ്ണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കണ്ണാണ്. അതുപോലും മനസ്സിലാക്കാതെ ഈ രീതിയിൽ കളിയാക്കിയതുകൊണ്ട് ദേവി ഭൂമിയിൽ പോയിട്ട് കേവലം ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജനിക്കട്ടെ, അതോടൊപ്പം ഭഗവാനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ദേവിക്കും അതുപോലെ തന്നെ 3 സ്ഥാനങ്ങളുണ്ടാകട്ടെ എന്നാണ് ശാപിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് മറഞ്ഞുപോയി. ദേവി അകപ്പാടെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭഗവാൻ പറയും, സാരമില്ല, ഇതിനെയൊക്കെ ഒരു നിമിത്തമായിട്ട് വിചാരിച്ചാൽ മതി. രാജ്യത്തെ രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിയും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിനെ തുടർന്ന് വിഷമിച്ച് ദേവിയെ തന്നെ ഭജിക്കുകയല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ദേവി അവരുടെ മകളുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുക. എന്നിട്ട് ഭഗവാൻ പരമേശ്വരനെ വീണ്ടും കണ്ടുമുട്ടുമ്പോഴത്തേക്കും ദേവിക്ക് ശാപമോക്ഷം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ തന്നെ മുൻകൈ എടുത്ത്, അതായത് ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ദേവിയുടെ കൈ പിടിച്ചെടുത്ത് ഞാനായിരിക്കും. അങ്ങനെ ആ കല്യാണം നടത്തുകയും ചെയ്യാം. അപ്പോൾ തൽക്കാലം ദേവി പോയിട്ട് പാണ്ഡ്യരാജ്യത്തെ രാജാവിൻ്റെ മകളായിട്ട് ജനിക്കൂ, കാരണം രാജാവ് ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കാമെന്ന് പറയും. അങ്ങനെ ദേവി പാണ്ഡ്യരാജ്യത്തെ രാജാവിൻ്റെ മകളായിട്ട് യാഗാഗ്നിയിൽ നിന്നും ആവിർഭവിക്കും. ആ കുഞ്ഞ് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് ഒരു അശരീരിയും ഉണ്ടാകും. പാണ്ഡ്യരാജാവ് വളരെ സ്നേഹത്തോടെ ദേവിയെ വളർത്തും. അന്ന് അദ്ദേഹം ദേവിക്ക് നൽകിയ പേര് തടാതകി എന്നായിരുന്നു. തടാതകി എല്ലാ കാര്യത്തിലും വളരെ മിടുക്കിയായിരുന്നു. ആയോധന കലകളിലും തന്ത്രങ്ങളിലും ശാസ്ത്രത്തിലും എല്ലാം വളരെ പ്രാഗൽഭ്യം നേടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ദേവേന്ദ്രന് തോന്നും ദേവിയെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന്. എന്നിട്ട് അവിടെ പാണ്ഡ്യ രാജ്യത്തേക്ക് ഒരു യക്ഷനെ അയക്കും. പക്ഷേ യക്ഷനെ നേരിടുന്നത് ഭഗവാൻ പരമേശ്വരനാണ്. അതറിയാതെ ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണ്ഡ്യരാജ്യത്തെ രാജാവിന് അസുഖം വരട്ടെ, അദ്ദേഹം മരിച്ചു പോട്ടെ എന്ന് ശപിക്കും. അപ്പോൾ ഇതറിഞ്ഞ തടാതകി ദേവി അല്ലെങ്കിൽ മീനാക്ഷി ദേവി ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യും. എല്ലാ ദേവന്മാരെയും ദേവി തോൽപ്പിക്കും. ദേവേന്ദ്രൻ അവസാനം പേടിച്ച് ഓടിച്ചെല്ലുന്നത് കൈലാസത്തിലാണ്. കൈലാസത്തിൽ അഭയം പ്രാപിക്കും. ദേവിയും പുറകെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ദേവിക്ക് ശാപമോക്ഷം ഉണ്ടാകുകയും പിന്നീട് ഇരുവരുടെയും കല്യാണം നടക്കുകയും ചെയ്യും. മധുരയിൽ ഭഗവാൻ സുന്ദരേശ്വരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നും ഈ ചടങ്ങ് അവിടെ വളരെ പ്രസിദ്ധമായിട്ട് ആചരിക്കുന്നു.